നമശിവായ ദൈവമേ നമശിവായ. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ ദിവസവും സാമ്പത്തികം താഴോട്ട് പോവുക, കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും ചില വസ്തുക്കൾ നിങ്ങളൊന്ന് മാറ്റി നോക്കുക. നിങ്ങളുടെ സാമ്പത്തികം, വീട്ടിലെ ആ ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ, സാമ്പത്തിക നില, ഇതൊക്കെ വർദ്ധിച്ചു വരും. എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഞാൻ അത്തരം വീട്ടിൽ നിന്ന് മാറ്റേണ്ട ചില വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. അതായത് വീട്ടിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, അല്ലെ നിങ്ങളുടെ വണ്ടിയിലായിക്കോട്ടെ, ചില വസ്തുക്കൾ, അത് ഏതൊക്കെ വസ്തുക്കളാണെന്ന് ഞാൻ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ചില ശാപം കിട്ടിയ വസ്തുക്കൾ അതേതാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ കയ്യിൽ എത്തപ്പെട്ട ചില ശാപം കിട്ടിയ വസ്തുക്കൾ, അത് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് എത്തരത്തിലുള്ള വസ്തുക്കളായിരിക്കണമെന്ന്. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണേലും ഓഫീസിൽ നിന്നാണേലും വാഹനത്തിൽ നിന്നാണേലും കളയുക. ഇനിയിപ്പോൾ നമുക്ക് കളയാൻ പറ്റാത്ത ചില വസ്തുക്കളുണ്ട് എങ്കിൽ അതിന് നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്, നമ്മളിൽ നിന്ന് ആ ശാപങ്ങൾ മാറാൻ വേണ്ടി. പിന്നെ ചില ഭൂമികൾ, നമ്മൾ താമസിക്കുന്ന ചില ഭൂമികൾ ശാപം കിട്ടിയതായിരിക്കും. അങ്ങനെ ഭൂമിയിൽ ഒരു ശാപം ഉണ്ടെങ്കിൽ ഉടനെ ഭൂമി വിൽക്കുകയല്ല ചെയ്യേണ്ടത്. ആരും ഭൂമി വിറ്റ് ഒരു ഭൂമി ഇല്ലാതെ നടക്കാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരാളുടെയും ഭൂമി ഇല്ലാതെ, ഭൂമി നഷ്ടപ്പെട്ട് ജീവിക്കരുത്, എല്ലാവർക്കും ഭൂമി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ഭൂമിയിലൊരു ശാപം ഉണ്ടെങ്കിൽ അത് വിൽക്കുകയല്ല അതിനുള്ള പരിഹാരം. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വിൽക്കുന്നതിൽ തെറ്റില്ല, അത് അവനവൻ്റെ ഒരു അത്യാവശ്യ കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഭൂമി വിൽക്കരുത്. അപ്പം ഭൂമിയിലെ ശാപങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട ചില വഴിപാടുകൾ, അല്ലെ ചില കാര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടിയ ചില ശാപങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കിട്ടിയ ചില ശാപങ്ങൾ, അത് മാറ്റാനുള്ള ചില വിദ്യകൾ, നിസ്സാരമായ ലളിതമായ വിദ്യകളാണ് പറയുന്നത്. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. നാലാമത്തെ കാര്യം, വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ള ചില വസ്തുക്കളുണ്ട്, അത് നിർബന്ധമായും വീട്ടിൽ നിന്ന് മാറ്റേണ്ടതാണ്. അങ്ങനെ ചില വസ്തുക്കൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ്. ഞാനീ പറയുന്ന പോലെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാനീ പറഞ്ഞു തരുന്ന വിദ്യകൾ പരിഹാരമായിട്ട് ആരും പറഞ്ഞു തരത്തില്ല, ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു മാറ്റം വരുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ചില വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ ഞാൻ ഒരിടത്ത് കൊണ്ട് ഇത് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ കൊണ്ട് സമർപ്പിക്കും. ഇത് കണ്ടോ, ഞാൻ ഇവിടെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഞാൻ 2 ക്ഷേത്രത്തിലേക്ക് വെച്ചിരിക്കുന്ന നാണയമാണ്. ഇതിനകത്ത് നാണയമുണ്ട്. 2 ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഇതിനകത്ത് നാണയം വെച്ചിരിക്കുന്ന നാണയമാണ്. അപ്പം അതിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ നാണയം, ഈ 2 ക്ഷേത്രത്തിൽ നാണയം ഇടണം. പക്ഷെ ഞാനത് മറന്നുപോയി. കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ പാത്ത് വെച്ചിരുന്ന, പക്ഷെ ഞാനത് മറന്നുപോയി. ഇങ്ങനെ വെച്ചിരുന്ന, ഇന്ന് ഞാനത് കൊണ്ട് അമ്പലത്തിൽ ഇടും. പക്ഷെ എനിക്ക് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. അത് സാമ്പത്തികമായിട്ടായിക്കോട്ടെ, അല്ലാതെയും ഒക്കെ 2 രീതിയിലും ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പം ഞാനതിൻ്റെ കാരണം തപ്പിപ്പിടിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം എൻ്റെ മേശയ്ക്കകത്തിരിക്കുന്നു. ഇന്ന് ഞാനിത് കൊണ്ട് കൊടുക്കും. അപ്പം എനിക്കത് കാര്യം പിടികിട്ടി. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ കാണാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതുപോലെ ശാപം കിട്ടി, ശാപമൊന്നല്ല, ഇത് വാഗ്ദാനം ചെയ്തതാണ്. ഈ വാഗ്ദാനം ക്ഷേത്രത്തിൽ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വസ്തുക്കളും അതും സമർപ്പിക്കണം. അല്ലാതെ ശാപം കിട്ടിയ വസ്തുക്കൾ ഞാൻ പറഞ്ഞുതരാം, അതും സമർപ്പിക്കണം. അപ്പം ഇത് വാഗ്ദാനത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. നമ്മൾ ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന കൊടുത്തേക്കാന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ചില കാര്യങ്ങളും ചിലപ്പോൾ വീട്ടിൽ നമ്മൾ വെച്ചിരിക്കും, തലക്കുഴിഞ്ഞുമൊക്കെ. അതൊക്കെ കൊണ്ട് സമർപ്പിക്കണം. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ശാപം കിട്ടിയ വസ്തുക്കൾ ഏതൊക്കെയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഇത് നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെയുള്ള അറിവുകൾ ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇത് നല്ല കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈശ്വരാധീനം ഉണ്ടാകുന്നതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ.
സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ ഒരുപാട് പേര് ഈ പേരിൻ്റെ ശാസ്ത്രം, പേര് പറഞ്ഞു കൊടുക്കാവോ, കണക്കൊപ്പിച്ച് പണ്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പല വണ്ടികൾക്കും ഒക്കെ ഞാൻ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നിനും ഇപ്പോൾ സമയമില്ല. ഏതായാലും ഈ വിശകലനം ഇപ്പോൾ ഉള്ളൂ. അത് നേരിട്ട് വന്നാൽ ചെയ്യാൻ പറ്റാത്തതും ഫോൺ വിളിച്ചാൽ കിട്ടാത്തതിൻ്റെയും കാര്യം വർക്കുകൾ വാട്സപ്പിലെ വർക്കുകൾ പോലും സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വാട്സപ്പിൽ ഇടുക, പറയാകുമ്പോൾ ഞാൻ റിപ്ലൈ തരും പറ്റുന്നവർക്ക്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും അവനവനെ സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്നു. പിന്നെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വിളിക്കേണ്ട ദേവൻ, ദേവത, ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട വഴിപാട്, ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി, പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ, അത് ഞാൻ പറയുന്ന ആരും പറഞ്ഞു തരത്തില്ല. പിന്നെ അങ്ങനെയുള്ള ചില ശിവരഹസ്യങ്ങൾ, ഭദ്രകാളി വിദ്യകൾ, നല്ല കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരും. പിന്നെ ഒരാൾ അയാളുടെ കൈരേഖയും ഗ്രഹനില അനുസരിച്ച് വിളിക്കേണ്ട ഒരു ദേവത കാണും, അല്ലെങ്കിൽ ഒരു മന്ത്രങ്ങൾ കാണും. അത് വിളിക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ അതെന്താണ്, ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യം ഉള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ചെയ്താലും സന്തോഷം, ചെയ്തില്ലെങ്കിലും സന്തോഷം. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം ഞാൻ ഏതൊരു കാര്യം ശരിയായിട്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ആവശ്യമുള്ളവർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അല്ലാത്തവർ ചെയ്യേണ്ടത്രേ ഉള്ളൂ. പിന്നെ വീഡിയോയിൽ പറയുന്ന നല്ല കാര്യങ്ങളാണ്, അതും ആവശ്യമുള്ളവർ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാവുന്നവർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്യണമെന്നല്ല ഞാനീ പറയുന്നത്. എൻ്റെ 1600 വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളെല്ലാം എഴുതി വെക്കണം, എല്ലാം അറിയണം. എന്നിട്ട് നിങ്ങൾക്ക് പല കാര്യം പല സമയത്തായിരിക്കും ഉപയോഗം വരുന്നത്, അപ്പം ചെയ്യണം. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യം ചെയ്യണം, അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യണം, അതോടൊപ്പം പരിശ്രമിക്കണം കേട്ടോ. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോയിലേക്ക്, ആ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോഴേ നമുക്ക് ചിലപ്പം ചില ആളുകൾ ഇപ്പം നമുക്ക് ഇച്ചിരി പൈസ തരാനുണ്ട്. ആരെങ്കിലും പൈസ തരാനുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവരോട് പൈസ ചോദിക്കുമ്പോൾ ചിലർ പറയും, അയ്യോ എൻ്റെ ഇപ്പം കാശില്ല, ഒരു കാര്യം ചെയ്യും, എൻ്റെ മൊബൈൽ പിടിച്ചു, കാശ് തന്നു കഴിയുമ്പോൾ തിരിച്ചു തന്നാൽ മതി, അല്ലെ എൻ്റെ വാച്ച് പിടിച്ചു. ഇങ്ങനെ ചിലർ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ അതൊരു ശാപം കിട്ടിയ വസ്തുക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ അത് തകർച്ച ഉണ്ടാക്കും, സംശയമൊന്നും വേണ്ട. അങ്ങനെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പൈസ ഇല്ല, എന്നാൽ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് തരുന്ന വസ്തുക്കൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഉയർച്ചയ്ക്കൊരു തകർച്ച ഒരു ഉയർച്ച ഉണ്ടാകാതെ തന്നെ ഒരു തകർച്ചയിലേക്ക് പോവുക തന്നെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില ആഭരണങ്ങൾ, ശാപം കിട്ടിയ ആഭരണങ്ങൾ, അത് വീട്ടിൽ സൂക്ഷിക്കുക. അപ്പോൾ ആഭരണങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമുള്ള കാര്യമാണ്. അതിന് ഇപ്പോൾ ആഭരണങ്ങൾ ചില ശാപം കിട്ടുന്നതുണ്ടല്ലോ, അങ്ങനെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ചെയ്യേണ്ട പരിഹാരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ലളിതമായ കാര്യം, അത് ചെയ്താൽ മതി. ചില വസ്തുക്കൾ വീട്ടിൽ നിന്ന് കളയാൻ പറ്റത്തില്ല, അപ്പോൾ അതിന് ചെയ്യേണ്ട പരിഹാരം പറയുന്നുണ്ട്. കളയാൻ പറ്റുന്ന വസ്തുക്കൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ചില വിഗ്രഹങ്ങൾ, അല്ലെ ചിലർക്ക് പ്രസൻറ്റേഷനായിട്ട് തരും. അപ്പോൾ ഈ ചില നമുക്ക് തരുമ്പോൾ അവർ വെളിയിൽ നമ്മുടെ മുഖം കൊണ്ട് എപ്പോഴും ചിരിച്ചായിരിക്കും, പക്ഷെ അകത്തൊരു വെറുപ്പോട് കൂടിയായിരിക്കും. ഇവൻ ഇത്രയും വലിയ വില വെച്ചു, ഈയടാ ഇവൻ്റെ വില എന്നും പറഞ്ഞ് മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ ആയിരിക്കും തരുന്നത്. ഉള്ളി മനസ്സിൽ ഇങ്ങനെ വെറുപ്പോട് കൂടിയായിരിക്കും. അങ്ങനെ തരുന്ന ഗിഫ്റ്റുകൾ, പ്രസൻറ്റേഷനുകൾ, അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറയാൻ മനസ്സിലായി. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ശരിയല്ലെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് കളയാവുന്ന വസ്തുക്കളാണെങ്കിൽ, ഉപേക്ഷിക്കാവുന്ന വസ്തുക്കളാണെങ്കിൽ, ഇപ്പോൾ ആക്രിക്കാർ വരുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാവുന്ന രീതി, അപ്പുറത്ത് തന്നെ പറമ്പിലോ ഒന്നും കൊണ്ടിടരുത്. അങ്ങനെ ഒരു പ്രോപ്പറായ രീതി ഡിസ്പോസ് ചെയ്യുക, കളയുക. ഇനി അതല്ല, നമുക്കറിയത്തില്ല ഏത് വസ്തുവാണെന്ന്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട വിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ആ ശാപം നമ്മളിൽ നിന്ന് പോകും. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയും ഉപയോഗശൂന്യമായ വസ്തുക്കൾ അത് വീട്ടിലുണ്ടെങ്കിൽ, നമ്മൾക്ക് വർഷങ്ങളായിട്ടിരിക്കുന്ന ഒരു ഉപയോഗമില്ല, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കേടുവന്ന ഉപകരണങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, അല്ലെ ഗ്ലാസ്, അങ്ങനെ നമുക്ക് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, പഴകിയ തുണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴകിയ തുണികൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന അങ്ങനെയുള്ളതൊക്കെ, അത് ഒന്നുകിൽ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുക. മറ്റു കാര്യങ്ങളൊക്കെ ആക്രിക്കോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നവർക്കോ കൊടുക്കുക, നന്നായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ ഇതുപോലെ നമ്മൾ വാഗ്ദാനം ചെയ്ത, ഇപ്പം
നമ്മൾ തലക്കുഴിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് വെച്ച വസ്തുക്കൾ, നാണയമായിക്കോട്ടെ എന്തായിക്കോട്ടെ, അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കണം കേട്ടോ. അത് ചെയ്തിരിക്കണം. അത് ജീവിതത്തിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയെ ബ്ലോക്കാക്കും, തടസ്സപ്പെടുത്തും, യാതൊരു സംശയവും വേണ്ട. ഞാനിപ്പോൾ എൻ്റെ അനുഭവം തന്നെ പറഞ്ഞല്ലോ, ഈ പൈസ ഇന്ന് ഞാൻ കൊണ്ട് അമ്പലത്തിൽ കൊടുക്കും. കാരണം എനിക്ക് അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കുറച്ച് ദിവസമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു പല കാര്യങ്ങളും ബ്ലോക്കായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അത് സത്യമായ ഒരു കാര്യമാണ്. നിങ്ങൾക്കിത് പ്രയോജനം കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ചുമ്മാ തന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും നീട്ടി അങ്ങ് മേടിക്കും. വെറുതെ ആണെങ്കിൽ, ഒരു പ്രയോജനമില്ലാത്ത വസ്തുവാണെങ്കിൽ പോലും രണ്ട് കൈയും നീട്ടി അങ്ങ് ചുമ്മാ കെട്ടി എന്തും മേടിക്കും. അങ്ങനെ ഒരിക്കലും മേടിക്കരുത്. ആവശ്യമില്ലാത്ത വസ്തുക്കൾ മേടിച്ച് വീട്ടിൽ വെക്കരുത്. പറഞ്ഞാൽ മനസ്സിലായോ? അത് നമ്മളുടെ ആ വീട്ടിലെ നമ്മുടെ ഒരു ഐശ്വര്യത്തിന് അത് തടസ്സം ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കുക നമ്മുടെ സാമ്പത്തിക ഞാൻ അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ലല്ലോ, ഞാൻ എന്നും താഴോട്ടാണല്ലോ പോകുന്നത്, സാമ്പത്തികം കുറഞ്ഞു. പക്ഷേ എൻ്റെ പോക്കറ്റിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലും ഒക്കെ ഇതുപോലെ പല സാധനങ്ങളും വെച്ചിട്ടായിരിക്കും ഈ നടക്കുന്നത്. എന്ത് ചെയ്താലും അതെല്ലാം തടസ്സങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ആവശ്യമില്ലാത്തൊന്ന് ക്ലിയർ ചെയ്ത് നോക്കി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റം വരും. പിന്നെ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഒരു ബുക്കായിക്കോട്ടെ, ഒരു ബുക്കെന്ന് ഞാൻ ഈ ബുക്കല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ജ്യോതിഷത്തിൻ്റെ ആയിക്കോട്ടെ, അല്ലെ എന്നെങ്കിലും നല്ലൊരു ബുക്ക് മേടിച്ച് എനിക്കൊന്ന് ബുക്ക് തരാമോ, ഞാൻ വായിച്ചിട്ടങ്ങ് തരാം എന്ന് പറഞ്ഞ് മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കും, തിരിച്ചു കൊടുക്കത്തില്ല. ഇങ്ങനെ വീട്ടിൽ മേടിച്ച് അതൊരു ബുക്കായിക്കോട്ടെ, പിന്നെ ആഭരണമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളായിക്കോട്ടെ, തൽക്കാലം ഒരു ഉപയോഗത്തിന് വേണ്ടി ആരോടെങ്കിലും വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക. ഇതും അതൊരു ശാപം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുക, എന്തെങ്കിലും വീട്ടിലുണ്ടോയെന്ന്. അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ഉണ്ടെങ്കിൽ നിങ്ങളത് അവർക്ക് തിരിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഒരു വസ്തുക്കളും അർഹതയില്ലാത്ത നമ്മുടെ കയ്യിൽ സൂക്ഷിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊരിക്കലും നല്ലതല്ല. അതിനകത്തൊക്കെ കാര്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കൾ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. പിന്നെ വീട്ടിൽ ഈ പാവകൾ, ആവശ്യമില്ലാത്ത പാവകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാവകൾ കുഴപ്പമില്ല, നല്ലത് തന്നെ. ഇതിപ്പം കുട്ടികളൊക്കെ പ്രായമായാലും വർഷങ്ങളായിട്ട് പഴയ പാവകളൊക്കെ സൂക്ഷിച്ച് വെക്കുക. എന്തോ കാര്യത്തിനാണ്, ഒരു കാര്യമില്ല. അതൊക്കെ ഡിസ്പോസ് ചെയ്യണം. അതൊക്കെ വീട്ടിൽ നിന്ന് മാറ്റണം. ആവശ്യമില്ലാത്തതൊക്കെ വീട്ടിൽ നിന്ന് കാണണം. ഈ പഴകിയ ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ പഴകിയ കുഴമ്പ്, എണ്ണ, ഇതൊന്നും ആളുകൾ ചിലർ കളയത്തില്ല. അതെല്ലാം വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ആവശ്യമില്ലാത്ത എല്ലാം വീട്ടിൽ നിന്ന് നിങ്ങളത് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കളയണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ, അപ്പുറത്ത് തന്നെ പറമ്പിടുകയൊന്നും ചെയ്യരുത്. മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ ഇതൊക്കെ കളയാൻ പറ്റിയ രീതിയിൽ നിങ്ങളത് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അത് ശരിയായ രീതിയിൽ തന്നെ ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ മരുന്നിൻ്റെ പഴയ കുപ്പികൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച മരുന്നിൻ്റെ എന്ന് വെച്ചാൽ മരുന്നില്ലാത്ത ഉപയോഗിച്ച വർഷങ്ങളായിട്ട് ഇങ്ങനെ കുപ്പികൾ കുറേ കാണും. അതൊക്കെ ഈ പാട്ട വറുക്കാൻ വരുന്നവരും അതൊക്കെ എടുക്കും, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഒന്നും വീട്ടിൽ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല വീട്ടിൽ സൂക്ഷിച്ച് വെക്കേണ്ട. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ നിന്ന് മാറ്റണമെന്നുള്ളതാണ്. ഇനിയും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരു വസ്ത്രമായിക്കോട്ടെ, വസ്ത്രമല്ല, ഒരു ആഭരണമായിക്കോട്ടെ, അത് ചിലപ്പോൾ ഒരു ശാപം കിട്ടിയ എങ്ങനെയെങ്കിലും ഒരു ശാപം കിട്ടിയതാണെങ്കിൽ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാനോ കളയാനോ പറ്റത്തില്ലല്ലോ. അത് നമ്മുടെ ഒരു പ്രധാന ഒരു സ്വത്തായിരിക്കുമല്ലോ. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ നമ്മൾ അതിനൊക്കെ ചെയ്യാവുന്ന പരിഹാരമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒഴിവാക്കാവുന്ന വസ്തുക്കൾ വീട്ടിൽ നിന്ന് കഴിവതും ഒഴിവാക്കണമെന്നുള്ളതാണ്. അത് നമ്മുടെ വാഹനത്തിൽ, ചിലരുടെ വണ്ടിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ഈ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളും അതെല്ലാം ഒഴിവാക്കണം. ഇവിടുന്ന് കിട്ടുന്നതൊക്കെ ചുമ്മാ കൊണ്ട് വണ്ടിയെ വെക്കും, അതെല്ലാം കളയണം. ചിലരുടെ ഓഫീസിൽ എപ്പോഴും ഒരു ദാരിദ്ര്യവും കലഹവും വഴക്കും. ആ ഓഫീസിലോട്ട് കയറി ചെന്നാൽ കാണും ലോകത്തില്ലാത്ത എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ കാണും. ആരെങ്കിലുമൊക്കെ ചുമ്മാ കൊടുക്കുന്നതൊക്കെ മേടിച്ച് വെച്ചോളും. അങ്ങനെയുള്ളതൊന്നും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തല വലുത് വയറ് വലുതായിട്ട്, തല ചെറുത് വയറ് വലുതായിട്ടുള്ള ഒരു ചിരിക്കുന്ന ബുദ്ധൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ലാഫിങ് ബുദ്ധ എന്നൊക്കെയാണ് പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഈ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ സൂക്ഷിക്കുന്നതൊക്കെ കഴിവതും ഒഴിവാക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതൊക്കെ ചിലപ്പം ഈ ചൈനീസ് വാസ്തു അനുസരിച്ച് ഒരു കൺസൾട്ടൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതിൽ ചിലപ്പം തെറ്റില്ല. നമ്മൾ ചുമ്മാ മേടിച്ച് അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് അത് അത്ര നല്ലതല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഗുണത്തിനാണ് ചെയ്യുന്നത്, പക്ഷേ അത് ഗുണമല്ല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമുക്ക്
ഇങ്ങനെയുള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നല്ല, ഓഫീസിൽ നിന്നല്ല, വാഹനത്തിൽ നിന്നാണെങ്കിലും ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനിയും ഈ ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുക്കൾ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശാപം മാറാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റ് ഒരു 5:30-ക്കോ 6 മണിക്കോ ഇടയ്ക്ക് ഒന്നുകിൽ കുളിക്കുക, അല്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകുക. എന്നിട്ട് നിങ്ങളുടെ ഈ ചക്രാസ് ഉണ്ട്, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. അത് ഈ മൂലാധാരം എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ ഏറ്റവും താഴെ, സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ പുക്കൽക്കൊടിക്ക് താഴെ, ആ മൂലാധാരത്തിന് മുകളിൽ ആയിട്ട് നട്ടലില്ല സങ്കല്പിക്കുന്നത്. മണിപൂരകം എന്ന് വെച്ചാൽ പുക്കൽക്കൊടിക്ക് തൊട്ട് മുകളിലായിട്ട് നട്ടലിൽ തന്നെ. അനാഹതം എന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ, അതെല്ലാം നട്ടലിൽ തന്നെ സങ്കല്പിക്കുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ആ കുഴി ഭാഗത്തായിട്ടല്ല, നട്ടലിൽ തന്നെ. പിന്നെ ആജ്ഞ സമ്മാനം ഇവിടെ സങ്കല്പിച്ചാൽ മതി. നിങ്ങളൊരു ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ ചക്രങ്ങളുടെ പൊസിഷൻ കിട്ടും. ചക്രം എന്ന് വെച്ചാൽ അവിടെ വലിയ ചക്രം ഇങ്ങനെ കറങ്ങുമൊന്നുമല്ല, എനർജി പോയിന്റുകളാണ്. ഈ ചക്രാസിൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ച കണ്ണടച്ച് ഇങ്ങനെ ചക്രാസ് നമ്മൾ സങ്കല്പിക്കുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ സങ്കല്പിക്കുന്നു. ഇതിലെ ആജ്ഞ അവിടെ നിൽക്കട്ടെ, വിശുദ്ധി വരെ സങ്കല്പിച്ചാലും മതി. രഹസ്യവിദ്യ പറഞ്ഞത്. ഈ ചക്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ഈ ചക്രങ്ങളുടെ സൈഡിൽ കൂടെ നിങ്ങൾ മനസ്സുകൊണ്ട് ശിവായ ശിവ ഇങ്ങനെ നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഈ ചക്രങ്ങളുടെ സൈഡിൽ കൂടെ നിങ്ങളിങ്ങനെ ഒന്ന് മേലോട്ട് സങ്കല്പിച്ച് താഴോട്ട് പോവുക. ശിവായ ശിവ എന്ന് മനസ്സിൽ ജപിച്ച് നിങ്ങളുടെ കൂടെ ഏത് തരത്തിലുള്ള ശാപങ്ങളുള്ള വസ്തുക്കളുണ്ടെങ്കിലും ഈ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ഒഴിവാക്കണം. ഇനി ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുക്കൾ, ഇപ്പം ചിലപ്പോൾ കുറച്ച് പണമുണ്ട്, അത് ചിലപ്പോൾ ശാപം കിട്ടിയ പൈസ ആയിരിക്കും, പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരംശം ദാനം കൊടുക്കണം. പിന്നെ ഈ ആഭരണവും പണവും ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ ഈ വിദ്യ ചെയ്യുക. ശിവായ ശിവ, അതൊരു മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾ താഴേന്ന് ശ്വാസം എടുക്കുമ്പോൾ ഈ ചക്രങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കണം. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം ശ്വാസം എടുക്കുക. അപ്പോൾ ശിവായ ശിവ എന്ന് മനസ്സിൽ ജപിച്ച് ശ്വാസം താഴേക്ക് വിടുക. ശിവായ ശിവ. അപ്പോൾ അതൊക്കെ ദീർഘമായിട്ട് വിട്ടാൽ മതി. ഇത് ഒരു തവണ പോലും ചെയ്താലും ഫലം ഉണ്ടാകും, അല്ലെങ്കിൽ 3 തവണ ചെയ്യാം. ശ്വാസം എടുത്ത് പിടിച്ചു വെക്കുകയൊന്നും വേണ്ട, എടുത്ത് വിട്ടാൽ മതി. പറ്റുന്ന പോലെ ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സോഹം എന്ന് പറഞ്ഞ വിദ്യ ചെയ്യുന്ന നല്ലതാണ്. ശ്വാസം എടുക്കുമ്പോൾ സോ, വിടുമ്പം ഹം. സോ ഹം. അത് നമ്മൾ കണ്ണടച്ച് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ സോ എന്ന് ജപിക്കുക. ശ്വാസം വിടുമ്പോൾ ഹം എന്ന് ജപിക്കുക. സോ ഹം. ഇങ്ങനെ ചെയ്യുന്നതും നമുക്ക് ഇതുപോലെയുള്ള ശാപങ്ങൾ മാറാൻ നല്ലതാണ്. അല്ലെങ്കിൽ ശാപമുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നല്ലതാണ്. എങ്കിലും ഒഴിവാക്കേണ്ട വസ്തുക്കൾ ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക തന്നെ വേണം കേട്ടോ. ഈ 2 വിദ്യകൾ നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ അന്നദാനം ഒക്കെ നടത്തുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരംശം പറ്റുന്നവരെ സഹായിക്കുക. ഇത്തരം കാര്യങ്ങളൂടെ ചെയ്യുക. പിന്നെ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ഒരു പാൽപ്പായസവും മൃത്യുഞ്ജയ അർച്ചനയും ഗോകുളത്തിലെ അർച്ചനയും ജലധാരയും ചെയ്യുന്ന നല്ലതാണ്. രാവിലെ അത് മാസത്തിൽ ഒരു ശനിയാഴ്ച ചെയ്യുക. മനസ്സിലായല്ലോ? ഇതുപോലെയുള്ള ശാപം കിട്ടിയ വസ്തുക്കൾ ഇരിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ്. ഇത്രയും മനസ്സിലാക്കുക. രണ്ടാമത് പറഞ്ഞ കാര്യം, ശാപം കിട്ടിയ ഭൂമി. നമ്മൾ ചിലപ്പം താമസിക്കുന്ന ഒരു ശാപം കിട്ടിയ ഭൂമിയിലായിരിക്കും. എന്ന് കരുതി പറഞ്ഞാൽ ഭൂമി വിറ്റിട്ട് പോവുകയല്ല അതിന് പരിഹാരം ചെയ്യേണ്ടത്. പിന്നെ സാമ്പത്തികമായിട്ട് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ വിൽക്കണം, അത് വേറെ കാര്യം. അതിൽ തെറ്റില്ല. പക്ഷേ വെറുതെ ഒരു കാര്യമില്ല, അത് ഭൂമി ശാപം ആരെങ്കിലും പറയും ഈ ഭൂമി കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ വിൽക്കുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ പണ്ട്. ഇപ്പോൾ ഉള്ള ആരെയും പറഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല. ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, ബോധമില്ലാത്തവരും ഉണ്ട്. അത് പോട്ടെ. അപ്പം സാമാന്യ ബുദ്ധിയുള്ളവരാരും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങളതിന് ഭൂമിയിലെ ശാപം മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ രാവിലെ നിങ്ങൾ തലേദിവസം കിണ്ടിക്കകത്ത് അല്പം വെള്ളമെടുത്ത് വീടിൻ്റെ സിറ്റൗട്ടിൽ വെക്കണം. ആ കിണ്ടി തുറന്ന് തന്നെ വെക്കുക. നിലാവിൻ്റെ വെട്ടം കിണ്ടിയിൽ വെള്ളത്തിൽ വരണം. എന്ന് വെച്ച് നിലാവിൻ്റെ വെട്ടം നിലാവിൻ്റെ കീഴെ കൊണ്ട് വെക്കുക എന്നല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ നിലാവിൻ്റെ വെട്ടം എല്ലായിടത്തും പരക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലോ എവിടെയെങ്കിലും വീടിന് വെളിയിലെ പൊക്കത്തിലായിട്ട് ആരും തട്ടിക്കമത്തി കളയാതെ വെച്ചാൽ മതി. മനസ്സിലായില്ലേ?
അല്ലാതെ ഇപ്പം നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ കിണ്ടിക്കകത്ത് വെള്ളം വെച്ചിരിക്കുക, അതിൻ്റെ മണ്ടയ്ക്ക് ഷെയ്ഡ് ഉണ്ടെന്ന് കരുതി ആ പ്രകാശം എത്തത്തില്ല എന്ന് അർത്ഥമില്ല. പ്രകാശം എല്ലായിടത്തോട്ടും പരക്കും. അങ്ങനെ കിണ്ടിക്കകത്ത് അല്പം വെള്ളം തലേദിവസം വൈകിട്ട് കോരി വീടിൻ്റെ വെളിയിൽ സിറ്റ് ഔട്ടിലോ അല്പം പൊക്കത്തിലായിട്ട് തട്ടിക്കളയാതെ വെക്കുക. ആ വെള്ളം രാവിലെ അതിരാവിലെ ഒരു 5:30 അല്ലെങ്കിൽ 5 മണിക്കോ എഴുന്നേറ്റ് ആ വെള്ളം എടുത്ത് ഈ പറയുന്ന മന്ത്രം ജപിച്ച് ഭൂമിയിലും വീട്ടിലും അല്പം തളിച്ചാൽ മതി. എന്നിട്ട് വീട്ടിൽ തളിക്കുകയാണെങ്കിൽ തുടയ്ക്കണം. ആരും തന്നെ വീടൊന്നും ചെയ്യരുത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാവുന്നവരെ ചെയ്യാവുള്ളൂ ഇതൊക്കെ കേട്ടോ. അപ്പം ഭൂമിയിൽ തളിക്കുക, അല്പം വീട്ടിലും തളിക്കാം. വീട്ടിൽ തളിക്കുന്നത് തറയിലൊക്കെ തുടച്ച് വൃത്തിയാക്കണം, ആരും തെന്നി വീടരുത്. അതുകൂടെ അങ്ങനെ മനസ്സിലാക്കി ചെയ്യാവുന്നവർ ചെയ്താൽ മതി. അപ്പം ഈ വെള്ളം തളിക്കുമ്പം ഓം വിനായകായ നമ ജപിച്ചൊന്ന് തളിക്കുക. എൻ്റെ കുലദേവതയെ പ്രണാമം ജപിച്ച് തളിക്കുക. ഗുരുചരണം ശരണം ജപിച്ച് തളിക്കുക. അതിനുശേഷം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ട് വേണം തളിക്കാൻ. ഭയങ്കര ശക്തിയായത്. നിങ്ങളുടെ വീടിനോ ഭൂമിക്കോ എല്ലാം സംരക്ഷണം ഉണ്ടാവും. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. പിന്നെ സർവമംഗളമെങ്കിലേ ഓരോ തവണ മതി. സർവമംഗളമെങ്കിലേ ജപിച്ച് തളിക്കുക. പിന്നെ വിഷ്ണു ഗായത്രി അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാൽ ജപിച്ച് തളിക്കുക. അവസാനം ഓം കൃഷ്ണായ നമ ജപിച്ച് തളിക്കുക. ഇത് തന്നെ വീട്ടിൽ ഒന്ന് ജസ്റ്റ് തൂളിച്ചാൽ മതി. ഒന്ന് തളിക്കുക. ഭൂമിയിലും തളിക്കുക, വീട്ടിലും തളിക്കുക. ഇത്രയും തന്നെ ജപിച്ച് എന്നിട്ട് വീട്ടിൽ തളിക്കുന്നത് തൂത്ത് വൃത്തിയാക്കി തന്നെ വീഴാത്ത രീതി വൃത്തിയാക്കുകയും വേണം. അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി അത് ചെയ്യുന്ന വൃത്തിയായിട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആർക്കും ദോഷം വരും. അതുകൊണ്ടാണ് തറയൊക്കെ തുടച്ച് ആ തളിക്കുന്നുണ്ട് തൂളിയാൽ മതി, പേരിന് തുളിച്ചാൽ മതി. അതിങ്ങനെ പേരിന് തളിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഭൂമിയിൽ തളിക്കുക. ഇത്രയും തന്നെ മന്ത്രം ജപിച്ച് വീട്ടിൻ്റെ ആ വിളക്ക് കത്തിക്കുന്നിടത്തോ സിറ്റ് ഔട്ടിലോ അല്ലെ പ്രധാന സിറ്റ് ഔട്ട് കാണുമല്ലോ അവിടെ തളിക്കുക. അവിടെ നല്ലതായിട്ട് തൂത്ത് വൃത്തിയാക്കി ആരും തന്നെ വീഴാത്ത രീതിയിൽ ശരിയാക്കി ഇടുകയും വേണം. ചെയ്യുന്ന ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യണം. നമ്മളൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് മറ്റാർക്കും ബുദ്ധിമുട്ട് വരാനും പാടില്ല. ഇങ്ങനെ ചെയ്യുക, നല്ലതാണ്. ഇത് നിങ്ങൾ ശനിയാഴ്ച ദിവസം ചെയ്താൽ മതി. ഒരു ദിവസം ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിരിക്കും. അപ്പം ഭൂമിയുടെ ശാപം മാറാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടിയ ചില ശാപങ്ങളുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അത് ചില ആളുകളുടെ വസ്തുക്കൾ നമ്മൾ മേടിച്ച് വെച്ച് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് കിട്ടും. പിന്നെ ചില ആളുകളോട് നമ്മൾ പറയും, എന്നെങ്കിലും ഒരു കാര്യം ചോദിക്കും, പറയും ഇപ്പം നമുക്കൊരു സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരു കടം തരാമോ? അവർ പറയും ഞാൻ നോക്കട്ടെ, അല്ലെ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് സമയമാകുമ്പോൾ പറയും അയ്യോ എൻ്റെ കയ്യിലില്ല. ഇതൊക്കെ ചിലപ്പോൾ ഒരു ശാപമായിട്ട് അങ്ങനെ കിട്ടുന്ന ശാപങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം നമ്മുടെ ഇല്ലെങ്കിൽ ഇല്ല എന്നപ്പം തന്നെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. എൻ്റെ ഇല്ല. ചിലർ പറയും ഇല്ല ഞാൻ തരാം, നോക്കട്ടെ, സമയമാകട്ടെ എന്ന് പറഞ്ഞ് അവസാനം പറയില്ലെന്ന്. ഇതൊക്കെ ശാപം മേടിച്ചു നോക്കും. കാരണം ഒരുത്തന് അതും പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. മറ്റു വഴികൾ അന്വേഷിക്കത്തില്ല. ഇല്ലെന്നുള്ള ആദ്യം ഇല്ലെന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്. വേറെ വഴികൾ അന്വേഷിക്കും. അപ്പോൾ അതൊക്കെ ശാപം വിളിച്ച് വരുത്തും. അതാണ് നമുക്ക് അറിഞ്ഞോ അറിയാതെ കിട്ടുന്ന ശാപം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ചിലർക്ക് വളരെ രസമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ കർമ്മദോഷം ഉണ്ടാവും. വല്ലവനെയൊക്കെ ഇട്ട് ചുറ്റിക്കുക, ഇതിൻ്റെയൊക്കെ കർമ്മദോഷം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ കിട്ടുന്ന ചില ശാപങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാതൃശാപം, പിതൃശാപം, ഗുരുശാപം, ദേവതാശാപം, സർപ്പശാപം, സ്ത്രീശാപം, പിന്നെ ഇങ്ങനെ പലതരത്തിലുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഇപ്പോൾ അമ്മയെ ശരിക്കും നോക്കുന്നില്ല, ആ മാതൃശാപം ഉണ്ടാവും. പിതാവിനെ ശരിക്കും നോക്കുന്നില്ല, പിതൃശാപം ഉണ്ടാവും. അതുപോലെ നമ്മൾ കാവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അശുദ്ധിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ സർപ്പശാപം ഉണ്ടാകും. അതുപോലെ നമ്മൾ ദൈവങ്ങളെ നിന്ദിക്കുക, അല്ലെ നമുക്ക് ദേവഹിതത്തിന് എതിരായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ ദേവതാശാപം ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള ശാപങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, പിന്നെ ചിലപ്പോൾ നമ്മുടെ കീഴിൽ ഒരു സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അവന് ശരിക്കും ഉള്ള ശമ്പളമൊക്കെ കുറച്ച് കൊടുത്ത് അവൻ അർഹമായ ശമ്പളം കൊടുക്കാതിരിക്കുക. മനസ്സിലായില്ല? അവൻ്റെ കുടുംബം മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കുക. അപ്പോൾ നമുക്ക് അവന് അർഹമായ ശമ്പളം കൊടുക്കാതെ
ലാസ്റ്റ് ഇതെല്ലാം കൂടെ കഴിയുമ്പം ഈ കൊടുക്കാതിരിക്കുന്ന പൈസ ആശുപത്രി പോകത്തേ ഉള്ളൂ. ഇങ്ങനെ ശാപങ്ങളും അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അതൊക്കെ ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ എന്നെ ശാപം കിട്ടാനാ, എനിക്കിപ്പം കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ ഭാവിയിൽ അത് 8ന്റെ പണി കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വരുന്ന ശാപങ്ങൾ മാറാൻ വേണ്ടി ഒന്ന് ഇത് ഇങ്ങനെയുള്ള ശാപങ്ങൾ കഴിവൊന്നും വരുത്തി വെക്കാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ ചിലരൊരു പൈസ ചോദിച്ചു കഴിഞ്ഞാലും നോക്കട്ടെ, നിൽക്കട്ടെ, തരാം, എൻ്റെ കയ്യിലോ ഞാൻ നോക്കട്ടെ. അവസാനം വന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ ഞാൻ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ, നിങ്ങൾ വേറെ വഴി നോക്കാൻ പറയും. ചിലർ പറയും ഇല്ല, അത് നല്ല കാര്യമാണ്. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് എപ്പോഴും പെരുമാറണം. മനസ്സിലായല്ലോ? നമ്മളിപ്പം ഒരുത്തനായിട്ട് വലയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു സുഖം ചിലർക്ക് കിട്ടും. പക്ഷെ ആ സുഖം തന്നെ 8ന്റെ പണി തിരിച്ചു വരും. അപ്പോഴാണ് ചിലപ്പോൾ ഒരു ആശുപത്രി പോയി പൈസയൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ, ഈ പൈസ ഒന്നും ഇല്ലാതെ ആദ്യം സമയമൊന്നും വേണ്ട. എൻ്റെ ഓഫീസിൽ വളരെ വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ ഒന്നുമില്ലാതായിട്ട് ഈ ഓഫീസിൽ വന്നിരുന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ആളുകൾ. ഇതൊന്നും ഇല്ലാതാകാതെ സമയം വേണ്ട. വലിയ ബിസിനസ്സുകളാണ് തകരാൻ അധികം സമയം വേണ്ട. പിന്നെ ഈ സമ്പത്തുണ്ടെങ്കിലും ഒരു ആശുപത്രി കേസ് കൊണ്ട് ചിലപ്പോൾ എല്ലാം ഇല്ലാതാകാൻ അധികം സമയം വേണ്ട. ആരോഗ്യസ്ഥിതി ഇല്ലാതാകാൻ അധികം സമയം വേണ്ട. ഇത് അനുഭവിക്കാതിരിക്കാനും നമുക്ക് ഒരു ആരോഗ്യം പോയാലും മതി, ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചിലരുടെ മക്കളങ്ങ് എല്ലാം കൊണ്ട് നശിപ്പിക്കും. ഇതിനൊന്നും അധികം സമയം വേണ്ട ഇല്ലാതാകാൻ. അതൊക്കെ തോന്നലാണ്. എന്നും എനിക്ക് ആരോഗ്യം, സമ്പത്തും അധികാരവും ഒക്കെ കാണുമെന്നുള്ള തോന്നലാണ്, അതൊന്നുമില്ല. അപ്പം അതൊക്കെ പോകാനും അധികം സമയമൊന്നും വേണ്ട. അത് നമ്മളെപ്പോഴും ഓർത്തോണം. പക്ഷേ ഇങ്ങനെയുള്ള ശാപങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര, പാൽപ്പായസം, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലാർച്ചന, പിൻവിളക്ക് ഇത് സമർപ്പിക്കുന്നുള്ളതാണ്. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ചെയ്യണം. മാസത്തിൽ 1 വീതം പറ്റുന്ന പോലെ ഇടയ്ക്ക് ആവർത്തിക്കുക. ഭഗവാനോട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യണം. നമ്മളെക്കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്തു തുടങ്ങുകയും വേണം. മനസ്സിലായോ? തെറ്റുകൾ തിരുത്താനുള്ളതാണ്, അല്ലാതെ ആവർത്തിക്കാനുള്ളതല്ല. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ തെറ്റുകൾ മനസ്സിലായാൽ തിരുത്തണം. തിരുത്താനുള്ളതാണ് തെറ്റുകൾ, അല്ലാതെ ആവർത്തിക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? ഒരിക്കലും ആവർത്തിക്കാനുള്ളതല്ല. ആവർത്തിക്കേണ്ട നന്മകളാണ്, തെറ്റുകൾ തിരുത്താനുള്ളതാണ്. അത് നിങ്ങൾ ഈ അറിയുന്ന നിമിഷം തന്നെ ഇപ്പം തൊട്ട് തിരുത്തി തുടങ്ങുക. അത് വലിയ ഗുണം ചെയ്യും. ഇനിയും 4ാമത്തെ കാര്യം പറഞ്ഞുതരാം. വീട്ടിൽ നിന്നും ഉറപ്പായിട്ടും മാറ്റേണ്ട നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ, അതാണ് 4ാമത്തെ പറയുന്നത്. നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഞാൻ പറഞ്ഞു, പഴകിയ വസ്തുക്കൾ, പഴകിയ വസ്ത്രങ്ങൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് സൂക്ഷിക്കുന്ന വസ്ത്രങ്ങൾ, അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയും വർഷങ്ങളായിട്ടുള്ള പ്രസാദങ്ങൾ, അമ്പലത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പ്രസാദങ്ങൾ വർഷങ്ങളായിട്ടിരിക്കുന്നു. ഒരുപാട് പഴകിയതൊക്കെ നമ്മളത് എവിടെയെങ്കിലും കളഞ്ഞേക്കണം. കളയാൻ പറ്റുന്ന രീതിയിൽ കളയുക. വീട്ടിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. എത്ര പുണ്യസ്ഥലത്തു നിന്ന് കൊണ്ടുവന്നാണേലും കാലപ്പഴക്കം, ഒരുപാട് പഴകിയ കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട. പ്രസാദങ്ങളൊക്കെ ചിലർ ഈ എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കും. അതിൻ്റെ ആവശ്യമില്ല. അത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസം ഒന്ന് ക്ലിയർ ചെയ്യുന്നതല്ല. പിന്നെ ഭസ്മമൊക്കെ ഇരുന്നാലും കുഴപ്പം വരത്തില്ല, അത് നമുക്ക് തൊടാം. അത് ഒരുപാട് പഴകിയതാണെങ്കിൽ അതും നമ്മൾ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യണം കേട്ടോ. അത് എപ്പോഴും ഓർത്തോണം. ഇതൊക്കെ ഗുണത്തെക്കാൾ ഉപരി ദോഷം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അമൃതമാണെങ്കിൽ അധികമായാൽ വിഷമാണ് എന്നല്ലേ പറയുന്നത്. ഏതായാലും നമ്മളതൊരു സമയത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്ര ഗുണം ചെയ്യത്തില്ല. എല്ലാത്തിനും ഒരു സമയത്ത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത്. ഒരു സമയം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പഴകിയ പ്രസാദങ്ങൾ, ഭസ്മമൊക്കെ ഒരുപാട് പഴകിയതുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് മാറ്റുക. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേട് വന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അതൊക്കെ മാറ്റുക. പൊട്ടിയ കണ്ണാടി, അതുപോലെ പാത്രങ്ങൾ, അങ്ങനെ ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റുക. പിന്നെ ഇപ്പോൾ ഈ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ യന്ത്രം, ഈ ലക്ഷ്മി യന്ത്രം, ആ യന്ത്രം, ഈ യന്ത്രം എന്നൊക്കെ പറഞ്ഞു. ഇത് ഈ അച്ച് വെച്ചടിച്ചതാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പോയി അല്ലെങ്കിൽ തിരുമേനിമാർ എഴുതി പൂജിച്ചൊക്കെ തരുന്നത്, അതൊക്കെ കുറച്ചൊക്കെ ഒരു ജീവിതത്തിലൊരു മാറ്റം വരുന്നത്. അതും ഇത്ര ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ അതും മറ്റേത് വെള്ളത്തിൽ ഒഴുക്കണമെന്നുള്ളതാണ്. ചില യന്ത്രം 6 മാസം അങ്ങനെ അത് അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇനി അതൊക്കെ പോട്ടെ, ഈ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചടിച്ച യന്ത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ ആവശ്യമില്ലാതൊന്നും മേടിച്ച് വീട്ടിൽ വെക്കരുത്. അതൊന്നും ഗുണം ചെയ്യത്തില്ല. പറഞ്ഞാൽ മനസ്സിലായി. ചുമ്മാ ഈ അച്ചടിച്ച് കടയിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്
അതൊന്നും ഗുണം ചെയ്യത്തില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള വസ്തുക്കൾ വീട്ടിൽ നിന്ന് മാറ്റുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ പഴകിയ എണ്ണ കുഴമ്പ് അതും എപ്പോഴും ഓർത്തോണം കേട്ടോ. ചിലരൊക്കെ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. പിന്നെ ഒഴിഞ്ഞ പണം അതൊക്കെ നമ്മുടെ അറിവിലുണ്ടെങ്കിൽ എടുത്ത് ആ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക. ഇനി ക്ഷേത്രമൊന്നും അറിയത്തില്ല, മറന്നു പോയി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടിടുക. ക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഈ ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കണം. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. വീട്ടിൽ അതുപോലെ തേനീച്ചക്കൂട് ഇതൊന്നും അത്ര നല്ലതല്ല. അതൊക്കെ വീട്ടിൽ അതൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ തേനീച്ച വളർത്തുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് വേണ്ട ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി ചെയ്തോണം. അല്ലാതെ സാധാരണ വീടുകളിൽ അവിടെ ഇവിടെ തേനീച്ചയൊക്കെ കൂട് വെച്ചിരിക്കുന്ന അത്ര നല്ലതൊന്നുമില്ല. അതൊക്കെ കളഞ്ഞു. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ചിലന്തി വല, എട്ടുകാലിയൊക്കെ എല്ലായിടത്തും വല വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊടിപടലങ്ങളെല്ലാം വൃത്തിയാക്കി എപ്പോഴും വീട് സൂക്ഷിക്കണം. അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റേണ്ടതാണ്. ഇപ്പം ഈ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള വസ്തുക്കൾ, ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും നമ്മുടെ ജീവിതം മാറുന്നത്. അല്ലാതെ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ കുറേ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൊണ്ടൊന്നും ജീവിതം മാറണമെന്നില്ല. നമ്മൾ വസിക്കുന്ന വീട്ടിൽ, നമ്മൾ താമസിക്കുന്ന വീട്ടിലിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ അറിയണം. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു ഈ വിഗ്രഹങ്ങളെ കഴിവതും വീട്ടിൽ സൂക്ഷിക്കരുതെന്ന്. അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വിഗ്രഹമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വിഗ്രഹമുണ്ട്, ഇതാണെന്ന് വാട്സപ്പിനകത്ത് പറഞ്ഞേക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത് പിച്ചളയാണ്. നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചു. കഴിവതും ക്ലേയിൽ തീർത്ത, മണ്ണിൽ തീർത്ത വിഗ്രഹങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ചെമ്പ്, തടി, ലോഹത്തിലുള്ള വിഗ്രഹങ്ങൾ കഴിവതും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ച് നമ്മുടെ ആഗ്രഹത്തിന് വെച്ചെന്ന് വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുന്നിൽ പൂജ ചെയ്യാതിരിക്കുക, നിവേദ്യം കൊടുക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക, അതിനൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ പലരും ഭദ്രകാളിക്ക്, ഇപ്പോൾ എൻ്റെ അടുത്തൊരു പുത്തങ്കാവിൽ അമ്പലൂർ ക്ഷേത്രമുണ്ട്, അമ്മയ്ക്ക് അറുനാഴി പായസമൊക്കെ നേർന്ന കാര്യം നടന്നു കഴിയുമ്പോൾ ചിലർ പറയും, അയ്യോ അത് ഒരുപാട് ദൂരെയാണ്, ഞങ്ങളെങ്ങനെ വരും, ഞങ്ങളവിടെ വിളിച്ചു പറഞ്ഞ് ചെയ്യിക്കാം എന്നൊക്കെ പറയും. പക്ഷേ അത് നിങ്ങൾ വരണം, വന്ന് ചെയ്ത് അമ്മയോട് നന്ദി പറയണം. അതാ എൻ്റെ മാന്യത, അതാ എൻ്റെ ശരി. നന്ദിയില്ലായ്മ ചെയ്യരുത്, അതൊരിക്കലും നല്ലതല്ല. കാര്യം നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വരാൻ സമയമില്ല, വളരെ ദൂരെയാണ്, അവിടെ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിക്കുക. നിങ്ങൾ വന്ന് അത് ചെയ്ത് അമ്മയോട് നന്ദി പറയണം. എന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്മയോട് നന്ദി പറയണം. അത് വേണം കേട്ടോ. ഒരിക്കലും അല്ലെങ്കിൽ അത് ശരിയായ രീതിയല്ല. ഒരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ സാധിക്കുന്നതിനും വരെ സാറേ എൻ്റെ വിഷയം നടന്നില്ല, അത് നടന്നില്ല, വീട് സ്ഥലം വിറ്റു, അല്ല മക്കൾക്ക് ഒരു ജോലി കിട്ടി, ഒക്കെ കഴിയുമ്പോൾ പറയും സാറേ വളരെ ദൂരെ അമ്പലം. കാനഡയിൽ നിന്ന് വരെ അമ്പലത്തിൽ വന്ന് വഴിപാട് ചെയ്തവരുണ്ട്. അല്ലെ മലപ്പുറം, ബാംഗ്ലൂര്, കർണാടക ഒക്കെ വരുന്നവരുണ്ട്. ഇവിടെ കണ്ണൂരോ അല്ലെ മലപ്പുറത്തോ അല്ലെ കോഴിക്കോടോ ഒക്കെ ഉള്ളവർ പറയും ഞങ്ങൾ വളരെ ദൂരെയാണ് സാറേ, എനിക്കറിയത്തില്ല ഇത്രയും ദൂരം എവിടെയാണ്, ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് സാറേ, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ ചെയ്തോളാമെന്ന് ചിലപ്പോൾ എന്നോട് ചോദിക്കും. ഞാൻ തക്ക മറുപടിയും പറയും. ഇപ്പോൾ എനിക്ക് ആ പരിപാടിയൊന്നുമില്ല, നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ വന്ന് ചെയ്യാം, നിങ്ങളുടെ കാര്യം നടന്നെങ്കിൽ. അങ്ങനെ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ അമ്പലത്തിൽ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കും. പക്ഷേ നിങ്ങൾ വന്ന് ചെയ്ത് നന്ദി പറയണം അമ്മയോട്. അപ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനാകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്കൊരു കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് സമയമില്ല, അതൊരിക്കലും ശരിയല്ല. നമ്മളെ പിന്നെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി, അത് ശരിയല്ല. അപ്പോൾ അത് എനിക്ക് ശരിയെന്ന് തോന്നിയൊരു അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല. ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ ഒരു നന്ദി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗുരുത്വം പോവും. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത്, ഗുരുത്വമാണ്. നമുക്കൊരു കാര്യം ഇവിടുന്ന് ഇപ്പം എന്നോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കാര്യം പോട്ടെ, നമ്മൾ ആ ദേവതയോട്, പുത്തങ്കാവലമ്മയോട് നന്ദി പറയണം. അമ്മയോട് നന്ദി പറയുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ആ അനുഗ്രഹം ഉണ്ടാകുന്നത്.
കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ ആ വഴിയെ എപ്പോഴെങ്കിലും ഒരു തവണ വന്നെങ്കിലും ചെയ്ത് അമ്മയോട് നന്ദി പറയണം. കാരണം നിങ്ങളുടെ കാര്യമാണ് നടന്നു കിട്ടിയത്, നടക്കാൻ തടസ്സം ഉണ്ടായിരുന്നൊരു കാര്യം നടന്നു കിട്ടിയത്. ഞാനിന്ന് പോയി എൻ്റെ ഒരാൾ ഒരു ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ ഒരാഴ്ചത്തേക്ക് പുത്തങ്കാവിലമ്മയ്ക്ക് എണ്ണാഭിഷേകം കൊടുത്തു. ഞാനിന്ന് ഇവിടെ ചെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് വഴിപാട് ചെയ്തു, തിരുമേനിയോട് നന്ദിയും പറഞ്ഞു. അത് പറയണം നമ്മൾ, കാരണം അവർക്ക് മാറ്റമുണ്ട്. ഇപ്പോഴാണ് നമ്മളൊരു മനുഷ്യനാകുന്നത്. അല്ലാതെ ചുമ്മാ നമ്മൾ വലിയ തിരക്കോ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ശരിയല്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ ഒരാളെ ജീവിതത്തിൽ എനിക്കൊരു ഇഷ്ടപ്പെടാഴി കണ്ടാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന ഏറ്റവും ആത്മാർത്ഥമായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ ജീവിതത്തിലേ പിന്നെ ആ വഴികെ ഞാൻ നോക്കത്തില്ല. അപ്പോൾ നമ്മളൊരിക്കലും സത്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത്. എപ്പോഴും ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മളൊരു വഴിപാട് നേർന്നു, നമ്മുടെ കാര്യം നടന്നെങ്കിൽ അവിടെ വന്ന് ചെയ്ത് നന്ദി പറയണം. അതിന് സമയം ഉണ്ടാകണം. സമയമില്ലെന്ന് എന്നോട് പറയരുത്. ശിവോഹം. ശിവ ശിവ.